നമസ്കാരം. ആഫ്രിക്കയുടെ മുകളിൽ ലോക ഭൂപടത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ പ്രദേശം സോമാലിലാൻഡ്. എന്നാൽ ഇന്ന് ആ പേരാണ് ലോക രാഷ്ട്രീയത്തിന്റെ വലിയ ചർച്ചകളിൽ മുഴങ്ങുന്നത്. ഇസ്രയേൽ സോമാലിലാൻഡിലേക്ക് ഒരു നയതന്ത്ര പ്രതിനിധിയെ നിയോഗിക്കാനുള്ള തീരുമാനമെടുത്തതോടെ പശ്ചിമേഷ്യയിൽ നിന്ന് ആഫ്രിക്ക വരെ വ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഒരേ ശബ്ദത്തിൽ പ്രതികരിച്ചു. ഒമാൻ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ടർക്കി, പാകിസ്ഥാൻ അടക്കമുള്ള 15ലധികം അറബ് മുസ്ലിം രാജ്യങ്ങൾ ഈ നീക്കത്തെ സൊമാലിയയുടെ പരമാധികാരത്തിനെതിരായ തുറന്ന ലംഘനമെന്നാണ് വിശേഷിപ്പിച്ചത്. സൊമാലിലാൻഡിലേക്ക് നയതന്ത്ര പ്രതിനിധി അയക്കുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തിനെതിരെ സൗദി അറേബ്യയും പാകിസ്ഥാനും ഉൾപ്പെടെ 15 അറബ് മുസ്ലിം രാജ്യങ്ങൾ രംഗത്തെത്തി കഴിഞ്ഞു. ഈ പ്രതിഷേധത്തെ ഇരട്ടത്താപ്പെന്ന് വിമർശിച്ച് സൊമാലിലാൻഡ് ശക്തമായി തിരിച്ചടിച്ചു. ഒമാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഈജിപ്ത്, സൊമാലിയ, സുഡാൻ, ലിബിയ, ബംഗ്ലാദേശ്, അൾജീരിയ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, മൗറിട്ടേനിയ, ജോർദാൻ, പലസ്തീൻ അതോറിറ്റി എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിന്റെ നീക്കത്തിനെതിരെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടത്. ഇസ്രയേലിന്റെ നീക്കം സൊമാലിയയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നിവർ ആരോപിക്കുന്നു. ഹോൺ ഓഫ് ആഫ്രിക്ക മേഖലയുടെ സമാധാനത്തെയും സ്ഥിരതയും തകർക്കുന്ന അപകടകരമായ നീക്കമാണിതെന്ന് വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ പ്രസ്താവനയിൽ പറഞ്ഞു. 1960 ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ സൊമാലിലാൻഡ് പിന്നീട് സൊമാലിയയുമായി ലയിച്ചെങ്കിലും 1991 ആ ബന്ധം വേർപെടുത്തി സ്വയം പരമാധികാരം പ്രഖ്യാപിച്ച രാജ്യമാണ്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സൊമാലിലാൻഡിനെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഇസ്രയേലിന്റെ നയതന്ത്ര നീക്കം സൊമാലിലാൻഡിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുന്നതിലേക്കുള്ള നിർണായക ചുവടുവയ്പായാണ് കരുതപ്പെടുന്നത്. സൊമാലിയൻ ജനതയെ പ്രതിനിധീകരിക്കാനുള്ള അധികാരം സൊമാലിയൻ സർക്കാരിന് മാത്രമാണെന്നും ഇവർ വാദിക്കുന്നു. പ്രതിഷേധിച്ച രാജ്യങ്ങളെ കപട വിശ്വാസികൾ എന്ന് വിശേഷിപ്പിച്ചാണ് സൊമാലിലാൻഡ് പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് നിരവധി ചോദ്യങ്ങളും അവർ ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അൽ ഷബാബിനെയോ ഐസിസിനെയോ താലിബാനെയോ അപലപിക്കാത്തത്? ഹിസ്ബുള്ളയെയും ഇറാന്റെ ഭീകര ഗ്രൂപ്പുകളെയും കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് സൊമാലിലാൻഡ് ചോദിച്ചു. ഇസ്രയേലിനോടുള്ള വെറുപ്പും ഒരു മുസ്ലിം രാഷ്ട്രമായ സൊമാലിലാൻഡ് സ്വതന്ത്രമാകുന്നത് തടയാനുള്ള ആഗ്രഹവുമാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെന്നും സൊമാലിലാൻഡ് കുറ്റപ്പെടുത്തി. ഹോൺ ഓഫ് ആഫ്രിക്ക മേഖലയിലെ ഏക ജനാധിപത്യ സമാധാന രാഷ്ട്രം തങ്ങളാണെന്നും ഇസ്രയേൽ ആ സത്യം തിരിച്ചറിഞ്ഞ് സഹകരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഒരു നയതന്ത്ര പ്രതിനിധിയെ അയക്കുന്നത് ഇത്ര വലിയ പ്രശ്നമാണ്? സാധാരണയായി അല്ല. പക്ഷെ ഇവിടെ പ്രശ്നം സൊമാലിലാൻഡ് എന്ന പ്രദേശത്തിന്റെ നിലപാടിലാണ്. 1991 സൊമാലിയയിൽ നിന്ന് വേർപെട്ട ഈ പ്രദേശം സ്വയംഭരണ രാഷ്ട്രമായി പ്രവർത്തിച്ചു വരുന്നുവെങ്കിലും ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇതിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ 2025 ഇസ്രയേൽ അതിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി മാറി. അതോടെ തന്നെ വിവാദത്തിന്റെ വിത്ത് വിതച്ചു. ഇപ്പോൾ ആ അംഗീകാരത്തിന് തുടർച്ചയായി നയതന്ത്ര സാന്നിധ്യം ശക്തമാക്കാൻ ഇസ്രയേൽ നീങ്ങുമ്പോൾ അത് വെറുമൊരു ബന്ധം സ്ഥാപിക്കൽ മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. നാം പുതിയ മേഖലകളിൽ സ്വാധീനം സ്ഥാപിക്കുന്നു എന്നൊരു പ്രഖ്യാപനം. ഇവിടെയാണ് സംഘർഷത്തിന്റെ യഥാർത്ഥ അർത്ഥം തുറന്നു കാട്ടുന്നത്. ആഫ്രിക്കയുടെ കൊമ്പ്, ഹോൺ ഓഫ് ആഫ്രിക്ക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നിനോട് ചേർന്നിരിക്കുന്ന പ്രദേശം. ബാബൽ മഗ്ഡബ് കടലിടുക്ക് വഴി പോകുന്ന കപ്പൽ ഗതാഗതം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നാഡിയാണ്. ഈ മേഖലയിലെ ഒരു സാന്നിധ്യം വെറും രാഷ്ട്രീയ നേട്ടമല്ല, അതൊരു സൈനികവും സാമ്പത്തികവുമായ നിയന്ത്രണത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇത് അപകടകരമായ മാതൃകയാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു വേർപെട്ട പ്രദേശത്തെ അംഗീകരിച്ച് അവിടെ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് മറ്റിടങ്ങളിലുമുള്ള വിഭജന പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകുമെന്നാണ് അവരുടെ ആശങ്ക. ഇസ്രയേലിന്റെ ഈ നീക്കം ചിലർക്ക് തന്ത്രപരമായ വിജയമായി തോന്നാം, എന്നാൽ മറ്റു ചിലർക്ക് അതൊരു പ്രേരണയാണ്, പ്രതിഷേധത്തിനും പ്രതികരണത്തിനും. ഇതിനകം തന്നെ ഗാസ, ലെബനൻ, ഇറാൻ തുടങ്ങിയ മേഖലകളിൽ സംഘർഷം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു സൗഹൃദം തുറക്കുന്നതാണോ ഈ തീരുമാനം എന്ന ആശങ്ക ഉയരുന്നു. ഒരു ചെറിയ നയതന്ത്ര തീരുമാനം പോലും ഇന്ന് വലിയ യുദ്ധങ്ങളുടെ വിത്താകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സൊമാലിലാൻഡിലേക്ക് ഒരു പ്രതിനിധി അയക്കുന്നത് ഇത് ഒരു സാധാരണ നടപടിയാണോ, അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തിന്റെ പുതിയ കളിയുടെ തുടക്കമാണോ? ലോകം വീണ്ടും വിഭജിക്കപ്പെടുകയാണോ? ശക്തികൾ അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുമ്പോൾ സമാധാനം പിന്നിലേക്ക് തള്ളപ്പെടുകയാണോ? ഇന്നത്തെ ഓരോ നീക്കവും നാളെയുടെ സംഘർഷത്തിന് അടിത്തറയാകുമ്പോൾ നമുക്ക് മുന്നിൽ തുറക്കുന്നത് ഒരു ഭയപ്പെടുത്തുന്ന സത്യമാണ്. ലോകമിനി യുദ്ധത്തിന്റെ പുതിയ രൂപങ്ങളിലേക്ക് കടക്കുകയാണ്.